ഈ പഠന റിപ്പോർട്ടിൽ മയക്കുമരുന്നിന്റെ ഉപഭോഗം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് മയക്കുമരുന്നിന്റെയും മറ്റു ലഹരികളുടെയും ഉപഭോഗമുള്ള സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ കുട്ടികളുടെ കയ്യിൽ ലഹരിമരുന്ന് എത്തുന്നു. സ്കൂളുകളിൽ പോലും തൊട്ടടുത്ത് ലഹരിമരുന്ന് വ്യാപകമാണെന്ന് താങ്കൾ തന്നെ ഇപ്പോൾ പറഞ്ഞു. എല്ലായിടത്തും ലഹരിമരുന്ന് വ്യാപകമാണെന്ന് ഇന്ന് സഭയിൽ മുഖ്യമന്ത്രി അടക്കം എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. താങ്കൾ ഇപ്പോൾ പറയുന്ന ഈ താരതമ്യ കണക്കുകളുണ്ടല്ലോ, അത് കേരളത്തിലെ അമ്മമാർ എന്ത് ചെയ്യണം? ആ കണക്ക് കൊണ്ട് അവരെന്ത് ചെയ്യണം? എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉണർന്നു പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനമായി കേരളം മാറുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനമായതുകൊണ്ട് ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നും ഇനിയും ഈ കഴിഞ്ഞ ഒരു മാസം മുഴുവൻ ലഹരിമരുന്നിന്റെ പേരിൽ കണ്ണീര് കുടിച്ച കുടുംബങ്ങളിലെ അമ്മമാരെന്ത് ചെയ്യണം, അച്ഛന്മാരെന്ത് ചെയ്യണം, ആ കുടുംബങ്ങളിലെ അംഗങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? ഈ കണക്കുകൊണ്ട് ശ്രീ അരുൺകുമാർ ഒന്ന് പറഞ്ഞു തരാമോ? താങ്കൾ ശിശുക്ഷേമ സമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം കൈകാര്യം ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. ഈ കണക്കുകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം?